എന്ന് വെച്ചാലേ ഇവിടെ നോർത്തേൺ അയർലൻഡ് ഇങ്ങനൊരു ഒരു കൂടിക്കാഴ്ച അനുവദിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്കിങ്ങനെ ഒരു കോട്ടയത്ത് നമ്മൾ സംഘടിപ്പിച്ചിരുന്ന രാഗമാലിക എന്നാണ് നമ്മുടെ ഒരു ധാരണ. ഒരു പാട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കോർത്തിണക്കിയിട്ടുള്ളൊരു പരിപാടി. അത് 70കളിലെ 80കളിലെ 90കളിലെയൊക്കെ പാട്ടുകൾ അതിൽ 2000-ന് ശേഷമുള്ളതിനകത്ത് മെലോഡിയസ് ആയിട്ടുള്ള ഗാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു മ്യൂസിക് തെറാപ്പി, ഒരു മെഡിറ്റേഷൻ രീതിയിൽ അത് അവതരിപ്പിക്കുന്ന ഒരു വിൽ സ്വരാജും ജോൺ ജേണനോട് ചേർന്ന് അത് ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് കലാപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് വലിയ ധാരണ ഇല്ല. പ്രത്യേകിച്ച് അതിൻ്റെ മ്യൂസിക്കിലോ അല്ലെങ്കിൽ സംഗീതത്തെ പാട്ട് ആസ്വദിക്കുന്നവരാണ് സാധാരണ സിനിമാ ഗാനങ്ങൾ ആസ്വദിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും തന്നെ. പക്ഷേ ഞങ്ങൾക്ക് ആ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്താണ് ആ പരിപാടി? തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ആ ചോദ്യത്തിന് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം ഞാൻ അവിടെ അവതരിപ്പിച്ച പരിപാടി ഈ സെപ്റ്റംബറിലും അതിനു മുമ്പത്തെ സെപ്റ്റംബറിലും അതൊരു പരീക്ഷണമാണെന്നാണ്. കാരണം നമ്മൾ കേട്ടു മറന്ന മലയാളത്തിലെ സിനിമാ ഗാനങ്ങളിൽ സെലക്ട് ചെയ്ത കുറേ പാട്ടുകൾ നമ്മൾ അതിൻ്റെ മോഡൊന്ന് മാറ്റി, നൊട്ടേഷൻസൊക്കെ ഒന്ന് മാറ്റി ഒന്ന് അവതരിപ്പിക്കുകയായിരുന്നു. അതൊരു പരീക്ഷണം എന്നാണ് പറയാം. കാരണം വെച്ചാൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സംഗീതത്തിലൊരു ധ്യാന പദ്ധതി ഉണ്ടെന്നുള്ളതാണ്. ശ്രദ്ധിച്ച് നമ്മൾ ഇപ്പം എനിക്ക് മലയാള ഗാനങ്ങളോടാണ് കൂടുതൽ ബന്ധം. അതുകൊണ്ട് തന്നെ നമ്മളൊരു 70കൾക്ക് ശേഷം 90 വരെയൊക്കെയുള്ള മലയാള സിനിമാ ഗാനങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കേൾക്കുകയാണെങ്കിൽ വരികളോട് ചേർത്ത് പലപ്പോഴും നമ്മൾ ആസ്വദിക്കുമ്പം അതിൻ്റെ ടോണിലോ ദാസേട്ടനെ പോലുള്ള ഒരു ഗായകൻ്റെ ശബ്ദത്തിലോ നമ്മളങ്ങ് മുങ്ങിപ്പോകും. അതിനപ്പുറത്തേക്ക് ആ പാട്ടിൻ്റെ വരികളുടെ അർത്ഥവും അതിൻ്റെ ആഴവും കൂടെ മനസ്സിലാക്കി നമ്മുടെ മനസ്സിലൊരു വിഷ്വൽ രൂപപ്പെട്ടിട്ട് സിനിമയിൽ നമ്മൾ കണ്ട ഒരു വിഷ്വലായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പം നീരാടുവാൻ നിലയിൽ നീരാടുവാൻ എന്നുള്ള സിനിമ, അപ്പം പാട്ട് അതിനകത്ത് കാണിച്ചിരിക്കുന്ന നിലയിൽ വീണ് കിടക്കുന്ന ചന്ദ്രബിംബമൊക്കെയാണ്. പക്ഷേ കുറേക്കൂടെ ശ്രദ്ധിച്ച് നമ്മൾ അത് കേട്ട് കഴിഞ്ഞാൽ അതിനും അപ്പുറത്തൊക്കെ ഒരു ഭാവനയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പം എൻ്റെ ഒരു അഭിപ്രായം മലയാളത്തിലെ പല സിനിമാ ഗാനങ്ങൾ പ്രത്യേകിച്ചും വയലാർ, പി ഭാസ്കരൻ തുടങ്ങി ഇങ്ങനെ യൂസഫ് അലി കേച്ചേരി, ഗിരീഷ് പുരൻ, ഇപ്പോൾ റഫീഖ് അഹമ്മദ് വരെ ഇപ്പോൾ ഗിരീഷിൻ്റെയൊക്കെ പാട്ടുകൾ പലരും പുതിയ കാലഘട്ടത്തിലെ പാട്ടുകളാണ്. ഇപ്പോൾ ഒരു ഗിരീഷ് ആ ഒരു ലെവലൊരു ടാലൻറ്റഡ് ജീനിയസ് ആയിരുന്നു. വയലാറിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഈ പാട്ടുകളൊക്കെ നമ്മൾ അക്കാലത്ത് ആസ്വദിച്ചിരിക്കുന്നത് ദാസേട്ടൻ്റെ മാസ്മരിക ശബ്ദത്തിൽ ആ വെൽവെറ്റ് വോയിസ് ഓഫ് യേശുദാസിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. അതിനപ്പുറത്ത് അതും കൂടെ ചേർത്ത് വെച്ച് ആ പാട്ടിൻ്റെ അർത്ഥങ്ങളും കൂടെ നമ്മൾ ഉൾക്കൊണ്ട് ആസ്വദിക്കുന്നതെങ്കിൽ അതിലൊരു ധ്യാന പദ്ധതി ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ മനസ്സിലുണരു ഉഷസന്ധ്യയായി എന്നുള്ള ആ പാട്ട് തന്നെ എടുക്കുക. മനസ്സിലെ ഉഷസന്ധ്യ ഉണരു മായാമോഹിനി സരസ്വതിയെക്കുറിച്ചുള്ള ഒരു ധ്യാനപത്തിലൊക്കെ പാടാവുന്നൊരു